ഇന്ത്യ പോലുള്ള വലിയ രാജ്യത്തിന് ദിവസവും വൻതോതിൽ ക്രൂഡ് ഓയിൽ ആവശ്യമാണ്. വാഹനങ്ങൾ ഓടാനും ഫാക്ടറികൾ പ്രവർത്തിക്കാനും വിമാന സർവീസുകൾ നടത്താനും നിരവധി വ്യവസായങ്ങൾ മുന്നോട്ടു പോകാനും ക്രൂഡ് ഓയിൽ പ്രധാനമാണ്. എന്നാൽ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനം മാത്രം രാജ്യത്തിന്റെ ആവശ്യത്തിന് മതിയാകില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നായി ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു. വില, ലഭ്യത, അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ എന്നിവയെല്ലാം ഇന്ത്യയുടെ ഇറക്കുമതി തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായ റഷ്യ വീണ്ടും ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരനായി എന്നതാണ്. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് പ്രതിദിനം ഏകദേശം 10.7 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്തത്. എന്നാൽ പിന്നീട് ഈ അളവ് വേഗത്തിൽ വർദ്ധിച്ചു. ജൂണിൽ ഇത് 27.3 ലക്ഷം ബാരലായി ഉയർന്നു. ജൂലൈ 15 വരെയുള്ള കണക്കുകൾ പ്രകാരം ദിവസേന 25.9 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നത്. ഇതോടെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ എണ്ണ നൽകുന്ന രാജ്യമായി റഷ്യ വീണ്ടും മാറി. 2022 റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ലോക എണ്ണ വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. യുദ്ധത്തെ തുടർന്ന് പല പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി റഷ്യ എണ്ണയ്ക്ക് പല രാജ്യങ്ങളിലും ആവശ്യക്കാർ കുറഞ്ഞു. എന്നാൽ ഈ സാഹചര്യത്തിൽ റഷ്യ വിലക്കുറവിൽ ക്രൂഡ് ഓയിൽ വിൽക്കാൻ തുടങ്ങി. കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിച്ചതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാൻ തുടങ്ങി. ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തിന് ആവശ്യമായ ഇന്ധനം കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുക എന്നതാണ്. അതുകൊണ്ടാണ് വിലക്കിഴിവിൽ ലഭിച്ച റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ വലിയ തോതിൽ വാങ്ങിയത്. ഇതിലൂടെ ഇന്ത്യക്ക് ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും സാധിച്ചു. അതേസമയം റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നത് അമേരിക്കയ്ക്ക് താല്പര്യമില്ലായിരുന്നു. റഷ്യയുടെ വരുമാനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക പല നടപടികളും സ്വീകരിച്ചത്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി ഇന്ത്യയിൽ നിന്നുള്ള ചില ഇറക്കുമതികൾക്ക് അധിക തീരുവയും ചുമത്തി. കൂടാതെ റഷ്യയിലെ പ്രമുഖ ഊർജ്ജ കമ്പനികളായ റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്നിവയ്ക്കെതിരെയും അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനങ്ങളെടുത്തത്. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന പരിഗണന. ആയതിനാൽ ആവശ്യത്തിന് എണ്ണ ലഭിക്കുന്നിടത്തു നിന്ന് നല്ല വിലയിൽ വാങ്ങുന്ന നയമാണ് ഇന്ത്യ തുടർന്നത്. ഇതിനിടെ മറ്റൊരു പ്രധാന മാറ്റവും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ സംഭവിച്ചു. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ എണ്ണ നൽകുന്ന ആദ്യ 5 രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് വെനിസ്വേലയും വീണ്ടും തിരിച്ചെത്തി. കുറച്ചു വർഷങ്ങളായി അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണം വെനിസ്വേലയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി വളരെ കുറഞ്ഞിരുന്നു. എന്നാൽ 2026 തുടക്കത്തിൽ വെനിസ്വേലൻ എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ചില നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ ഇന്ത്യ വീണ്ടും അവിടെ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി. ഏപ്രിലിൽ പ്രതിദിനം 2.8 ലക്ഷം ബാരൽ എന്ന തോതിലായിരുന്നു ഇറക്കുമതി പുനരാരംഭിച്ചത്. മെയ്യിൽ ഇത് 2.7 ലക്ഷം ബാരലായി തുടരുകയും ജൂണിൽ വീണ്ടും 2.8 ലക്ഷം ബാരലാകുകയും ചെയ്തു. ജൂലൈ 15 ആയപ്പോഴത്തേക്കും വെനിസ്വേലയിൽ നിന്നുള്ള ഇറക്കുമതി പ്രതിദിനം 3.4 ലക്ഷം ബാരലായി ഉയർന്നു. വെനിസ്വേല ഇന്ത്യക്ക് പുതിയ വിതരണക്കാരനല്ല. മുൻപ് ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ വിതരണ രാജ്യങ്ങളൊന്നായിരുന്നു വെനിസ്വേല. 2017-18 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആകെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഏകദേശം 6.7% വെനിസ്വേലയിൽ നിന്നായിരുന്നു. പിന്നീട് ഉപരോധങ്ങളും മറ്റ് അന്താരാഷ്ട്ര സാഹചര്യങ്ങളും കാരണം ഈ വ്യാപാരം കുറഞ്ഞു. ഇപ്പോൾ വീണ്ടും ഇറക്കുമതി വർദ്ധിക്കുന്നത് ഇന്ത്യക്ക് കൂടുതൽ തെരഞ്ഞെടുപ്പുകൾ ലഭിക്കാൻ സഹായിക്കും. ഇന്ത്യ ഒരു രാജ്യം മാത്രം ആശ്രയിച്ച് എണ്ണ വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏത് സമയത്തും മാറാം. യുദ്ധങ്ങൾ, ഉപരോധങ്ങൾ, ഗതാഗത പ്രശ്നങ്ങൾ തുടങ്ങിയവ എണ്ണയുടെ ലഭ്യത ബാധിക്കാം. അതുകൊണ്ടാണ് ഇന്ത്യ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്ന നയം ശക്തമാക്കുന്നത്. ഇതിന് പിന്നിൽ മറ്റൊരു പ്രധാന കാരണവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ആഗോള ക്രൂഡ് ഓയിലും LPG-യും വൻതോതിൽ ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്തിടെ പശ്ചിമേഷ്യയിലുണ്ടായ സംഘർഷങ്ങൾ ഈ മേഖലയിലെ കപ്പൽ ഗതാഗതത്തെ ബാധിച്ചു. ഇതോടെ എണ്ണ വിതരണം തടസ്സപ്പെടുമോ എന്ന ആശങ്ക പല രാജ്യങ്ങൾക്കുമുണ്ടായി. ഇന്ത്യയും ഈ സാഹചര്യം നിരീക്ഷിച്ചു. ഒരിടത്ത് പ്രശ്നമുണ്ടായാൽ രാജ്യത്തിന്റെ ഇന്ധന വിതരണം തടസ്സപ്പെടാതിരിക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രീതിയിലേക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. റഷ്യ, വെനിസ്വേല, ഇറാഖ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ആവശ്യാനുസരണം എണ്ണ വാങ്ങുന്നതിലൂടെ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഈ നയം ഇന്ത്യക്ക് സാമ്പത്തികമായും ഗുണം ചെയ്യുന്നു. ഒരു രാജ്യത്ത് എണ്ണവില കൂടിയാൽ മറ്റു രാജ്യത്ത് നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ കഴിയും. ഇതിലൂടെ ഇറക്കുമതി ചെലവ് നിയന്ത്രിക്കാനും രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാനും സാധിക്കുന്നു. ലോകരാഷ്ട്രീയവും സാമ്പത്തിക സാഹചര്യങ്ങളും മാറുന്നതിനനുസരിച്ച് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രീതിയിലും മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. റഷ്യ വീണ്ടും ഇന്ത്യയുടെ ഏറ്റവും വലിയ വിതരണക്കാരായതും വെനിസ്വേല വീണ്ടും പ്രധാന പട്ടികയിലേക്ക് മടങ്ങിയെത്തിയതും അതിന്റെ ഭാഗമാണ്. രാജ്യത്തിന് ആവശ്യമായ ഇന്ധനം സുരക്ഷിതമായും കുറഞ്ഞ ചെലവിലും ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യ പിന്തുടരുന്നത്. അതിനായി ഒരേ ഒരു രാജ്യത്തെ ആശ്രയിക്കാതെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്ന നയം ഇന്ത്യ തുടരുമെന്ന് നിലവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.